പക്ഷേ അന്ന് നിനക്ക് എൻ്റെ കാത്തുനിൽപ്പ് ഇഷ്ടമായിരുന്നു. നിങ്ങൾ പിന്നെ നാട്ടകത്ത് പോയപ്പോഴും നീ വരുന്ന കാത്തു നിന്നിട്ടുണ്ട് ഒന്ന് കാണാൻ. എന്നെ ഇഷ്ടപ്പെടേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ ഇഷ്ടത്തിന് മറ്റൊരു അർത്ഥം കണ്ടതാ കുഴപ്പം. അല്ല, റിസോർട്ടിൽ താമസിക്കുന്ന ആള് ഉണ്ണിമായുടെ ആരാ? എന്നും അയാളെ കാണാൻ പോകാറുള്ളത് ഞാൻ അറിഞ്ഞില്ല. എന്നെ പഠിപ്പിച്ചൊരു മാഷ, ശമ്പളം വാങ്ങിയതിന് കൃത്യമായി ജോലി ചെയ്ത മാഷ്, വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ആള്. അങ്ങനെ പറയാനാണെങ്കിൽ പറഞ്ഞാലും മതി വരാത്തവരാ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒറ്റയ്ക്കുള്ള ജീവിതം. അപ്പോൾ ആളുകൾ പറയുന്ന പോലെ നിങ്ങൾ തമ്മിൽ? എനിക്കിഷ്ടമോ ശരിയോ തെറ്റോ എന്നറിയില്ല. ഇനിയുള്ള കാലം അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനാ. അതല്ല അദ്ദേഹത്തോടൊപ്പം ആഹാരം ഉണ്ടാക്കി ജീവിക്കാനാണെങ്കിൽ അങ്ങനെ. കേട്ടതൊക്കെ ശരിയല്ലേ? സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്ന ആളുടെ മനസ്സറിയാൻ സ്നേഹിക്കും. പക്ഷേ തൻ്റെ മനസ്സറിയാൻ എനിക്ക് സാധിക്കും. എനിക്കറിയാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അങ്ങനെയൊന്നും തന്നെ കണ്ടിട്ടില്ല. മനസ്സുകൊണ്ട് പോലും ശപിക്കരുത്. കടലിലെ തിരമാലകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മൾ നോക്കി നിൽക്കും. എന്താ കാര്യം എന്നറിയും? എല്ലാവർക്കും തിരമാലകളെ കാണുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷേ അതിലൊരു പാഠം, ആര് ചവിട്ടി താഴ്ത്തിയാലും ഉയർന്നു വരും. മാഷേ, എനിക്ക് ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാം അറിയാൻ താമസിച്ചു. ഈ ലോക ജീവിതത്തിൽ ഞാൻ ഒരുപാട് സുഖിച്ചു. എന്നിട്ടും കുടുംബമുണ്ട്, മക്കളുണ്ട്, പണമുണ്ട്. പക്ഷെ മാഷിനോ? എനിക്ക് ഓർമ്മിക്കാൻ കുറെ കുട്ടികളുണ്ട്. ആ നല്ല ഓർമ്മകളുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ സ്നേഹം പൂർണ്ണമായും തിരിച്ചു കിട്ടിയെന്ന് മാഷിന് പറയാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചല്ല കുട്ടികളെ പഠിപ്പിച്ചത്. പിന്നെ ഒരു മാഷിന്റെ കടമയാണ് സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കുന്നത്. നല്ല മാഷിന്റെ കുട്ടികൾ ഒരിക്കലും നശിച്ചു പോകുന്നു. അഥവാ നശിച്ചു പോകണം തോന്നിയാൽ നേരെയാക്കാം. അങ്ങനെയൊക്കെ പഠിപ്പിച്ച മാഷിന്റെ ജീവിതം എങ്ങനെയായി? ആർക്കും വേണ്ടാത്ത ആരോരുമില്ലാത്തവനായില്ലേ? മരണസമയത്ത് ഇത്തിരി വെള്ളം തരാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? എനിക്കതിൽ സങ്കടമില്ല. മാഷ് കുറച്ചുനാൾ ഇവിടെ താമസിച്ചാൽ ഇടപ്പക്ഷിയെ പോലെ ഒരാൾ വരും. അതാരാ? ആ ഉണ്ണിമായ. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അന്ധത ബാധിച്ചു. ശരിക്കും അവർക്കൊന്നുമല്ല അന്ധത ബാധിച്ചു, തന്നെ പോലുള്ളവർ